നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, KR ഗൗരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വിജയിക്കുകയും ചെയ്തിരുന്നു 1987 തെരഞ്ഞെടുപ്പിൽ. അപ്രതീക്ഷിതമായിട്ടാണ് EK നായനാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതെന്നുള്ളതൊരു CPM-ൻ്റെ ഒരു ചരിത്രമാണ്. ഈ ചരിത്രം ആവർത്തിക്കപ്പെടുന്ന പല തരത്തിൽ സുശീല ഗോപാലൻ്റെ ഉൾപ്പെടെയുള്ള ആ സമയത്ത് വീണ്ടും നായനാർ വരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വിഷയം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വനിതാ സഖാവാണ്, ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു KK ശൈലജ. KK ശൈലജ പാർട്ടിയിൽ കരുത്ത് നേടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സഖാവായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കുന്നു. എന്ത് വില കൊടുത്തും പാർട്ടി ആ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ ശൈലജ ടീച്ചർ വളരെ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങി. അതുകൂടാതെ ഒരുപാട് ആരോപണങ്ങളും ഒരുപക്ഷെ പാർട്ടി പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ PR ടീം പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞ് അത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ലഭ്യ ആവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി വളരെ ദയനീയമായൊരു പരാജയമാണ് അവർക്കുണ്ടായിരുന്നത്. ശരിക്കും ഈ KK ശൈലജ ടീച്ചറിനെ CPM തന്നെ ഒതുക്കിയതാണോ? നമ്മൾ CPM-ൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ CPM പറഞ്ഞു തുടങ്ങിയത് നമ്മൾ KR ഗൗരിയമ്മയെ വെച്ചാണ്. KR ഗൗരിയമ്മേൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. ഇപ്പോൾ ചിലപ്പം ആലപ്പുഴയിലും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും CPM വലിയ ശക്തിയുള്ളൊരു പാർട്ടിയായി, ജനകീയ അടിത്തറയുള്ളൊരു പാർട്ടിയായി വളർന്നു വരുന്നതിൽ അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വനിതാ സഖാവായിരുന്നു KR ഗൗരിയമ്മ. അപ്പോൾ KR ഗൗരിയമ്മയുടെ ഒരു വലിയ പോരാട്ടവും അവരുടെ ഒരു സമര പാരമ്പര്യമൊന്നും പല നേതാക്കന്മാർക്കും, അതായത് എന്തിനേറെ പറയുന്നു സച്ചിദാനന്ദന് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം KR ഗൗരിയമ്മ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിംബമായിരുന്നു, അല്ലെങ്കിൽ വലിയ ആരാധനാപാത്രമായിരുന്നു. അപ്പം തെക്കൻ ജില്ലകളിൽ ഗൗരിയമ്മയും വടക്കൻ ജില്ലകളിൽ നമ്മുടെ AKGയും തെക്കൻ AKG ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഇത്രയേറെ സ്വീകാര്യത ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് പുരുഷാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു CPM എന്ന് പറയുന്നതിൽ യാതൊരു സംശയം വേണ്ട. കാരണം പുരുഷന്മാരല്ലാത്ത ആരും ഈ പാർട്ടിയിൽ നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല. ഇന്നേ വരെ CPM-ന് ഒരു വനിതാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ഒരു ഗൗരിയമ്മയെ വേണമെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി ആക്കാമായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും ഗൗരിയമ്മയെ പാർട്ടി സെക്രട്ടറി ആക്കിയിട്ടില്ല. അതിനുശേഷം സുശീല ഗോപാലൻ, ഇപ്പം AKGയുടെ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെ സുശീല ഗോപാലൻ വലിയ രീതിയിൽ പാർട്ടിയിൽ വലിയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരും വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി. ആലപ്പുഴയിലെ ഗൗരിയമ്മയ്ക്ക് ശേഷം ഉയർന്നു വന്ന മറ്റൊരു നേതാവ് കൂടിയായിരുന്നു സുശീല ഗോപാലൻ. പക്ഷേ സുശീല ഗോപാലനും ആ രീതിയിലുള്ളൊരു പരിഗണന കിട്ടിയില്ല. പിന്നീട് പലപ്പോഴായിട്ട് മിന്നി മറിഞ്ഞുകൊണ്ട് പല വനിതാ നേതാക്കന്മാരും CPM-ൽ വരികയും പോവുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ആർക്കും അത്ര വലിയ പരിഗണന കിട്ടിയിട്ടില്ല എന്ന് നമ്മളിത് കാണേണ്ടതുണ്ട്. ഇപ്പം KK ശൈലജയാണ് പിന്നീട് ആ രീതിയിൽ പാർട്ടിയിൽ വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടാവുകയും പൊതുജനങ്ങളിൽ, അതായത് പാർട്ടി മാത്രമല്ലല്ലോ, ഒരു ജനകീയ അടിത്തറ എന്ന് പറയുന്നത് വെറും പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളുടെ മാത്രം സ്വീകാര്യതയല്ല. അപ്പോൾ പബ്ലിക്കിനിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയ നേതാവായിട്ട് പിന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത് KK ശൈലജയാണ്. ഇപ്പോൾ KK ശൈലജയെ സംബന്ധിച്ചോളം വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയിലും, അതായത് ഏറ്റവും അറിവ് വെക്കുന്ന മുന്നേ തന്നെ പാർട്ടിയുടെ കട നടന്ന് അവരുടെ വീട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കൃഷ്ണപിള്ളയുടെയും AKGയുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ അന്ന് EMS-ൻ്റെ ഒക്കെ ഒളിസങ്കേതം കൂടിയായിരുന്നു. അത്തരത്തിലുള്ള വലിയ, അതായത് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വലിയ നേതാക്കന്മാരെ കണ്ടു വളർന്ന ഒരു സഖാവ് കൂടിയാണ് ഈ KK ശൈലജ എന്ന് പറയുന്നത്. അവരുടെ ഒരു പാരമ്പര്യം വലുതാണ്. അപ്പം SFIയിലൂടെ വന്ന് DYFIയിലൂടെ വളർന്ന് പിന്നീട് CPM-ൽ എത്തുകയും CPM-ൽ വലിയ രീതിയിൽ MLA, ഇപ്പം കൂത്തുപറമ്പ് MLA എന്നുള്ള രീതിയിലും പിന്നീട് നേരത്തെ പേരാവൂർ MLA എന്നുള്ള രീതിയിലൊക്കെ അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചതിന് ശേഷമാണ് അവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അവർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മട്ടന്നൂരിലായിരുന്നു.
കഴിഞ്ഞ പ്രാവശ്യം കൂത്തുപറമ്പിലായിരുന്നെങ്കിൽ കൂത്തുപറമ്പ് ഘടകകക്ഷിയായി കെ പി മോഹനന് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് അവർ മട്ടന്നൂരിലേക്ക് വരുന്നു. അപ്പോൾ മട്ടന്നൂരിൽ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ CPM-ൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മട്ടന്നൂരിന് അതിന് മുന്നേ ഉണ്ടായിരുന്ന MLA എന്ന് പറഞ്ഞാൽ EP ജയരാജനാണ്. EP ജയരാജന് വീണ്ടും സീറ്റ് വേണം എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകളൊക്കെ ജയരാജൻ പല സ്ഥലങ്ങളിലൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ജയരാജന് സീറ്റ് കൊടുക്കാതെ ആണ് KK ശൈലജയ്ക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ KK ശൈലജ വീണ്ടും മത്സരരംഗത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായ CPM-ൽ ആകമാനം എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ചത് KK ശൈലജ ചിലപ്പോൾ, അതായത് വീണ്ടും അധികാരത്തിൽ CPM അല്ലെങ്കിൽ LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ KK ശൈലജയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള പ്രചരണം പല സ്ഥലങ്ങളിലും നടത്തുകയുണ്ടായി. ഇപ്പം നമുക്കറിയാം, ഇപ്പം VS അച്യുതാനന്ദൻ പിന്നെ മലമ്പുഴയിൽ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ മത്സരിക്കുന്ന സമയത്ത് VS-ന്റെ പടം വെച്ചാണ് പല സ്ഥലങ്ങളിലും വോട്ട്. ഒന്നാം പിണറായി മന്ത്രി. അതെ, അങ്ങനെ. പക്ഷേ VS ജയിക്കുകയും VS-ന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ VS അല്ല മുഖ്യമന്ത്രിയാകുന്നത്, മുഖ്യമന്ത്രിയായി വരുന്നത് പിണറായി വിജയനാണെന്നുള്ളത് നമ്മൾ കാണാം. അതേപോലെ ഈ മന്ത്രിസഭയിൽ യഥാർത്ഥത്തിൽ പിണറായി ആയിരിക്കില്ല രണ്ടാം LDF സർക്കാരിൽ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ളത് KK ശൈലജയാണെന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഒന്ന്, പിണറായി വിജയനപ്പുറത്തേക്ക് ജനസ്വീകാര്യതയുള്ള ഒരു നേതാവിനെയും ഈ പാർട്ടിയിൽ വാഴിക്കില്ല എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട്. രണ്ടാമത്, ഈ പാർട്ടി ഇത് പുരുഷവർഗത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന്, ഇതിലൊരു സ്ത്രീക്ക് അത്തരത്തിലൊന്നും ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റാത്തൊരു പാർട്ടിയാണെന്നുള്ള കൃത്യമായൊരു സന്ദേശം നൽകുക കൂടിയാണ് ചെയ്തതെന്ന് ആലോചിക്കണം. ഇനി അത്തരത്തിലൊരു നേതാവ് വളർന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ CPM-ൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വനിതാ നേതാവ് ഇനി വരാനില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം മട്ടന്നൂരിൽ KK ശൈലജ നേടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ നിയമസഭയിലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയിട്ടാണ് KK ശൈലജ വിജയിച്ചു വന്നത്. പക്ഷേ കേരളത്തിൽ ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല അവർ ഈ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിയായിട്ട് ഉണ്ടാവില്ല എന്ന് ഒരാളും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വെറും ഒരു MLA ആയിട്ട് ഈ നിയമസഭയിൽ ഇരിക്കേണ്ട ഒരു ഗതികേട്, അത് കൂടാണ്ട് തന്നെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്നും ചില ന്യൂനപക്ഷ പരിഗണനകളുടെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ഒരു MLA, നമുക്ക് എല്ലാവർക്കും അറിയാം, വീണ ജോർജിനെ മന്ത്രിയാക്കുന്ന സാഹചര്യം വരുന്നു. പക്ഷേ ഇവർ ഈ ഇത്രയും പരിചയസമ്പന്നയായ, ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു വനിതാ നേതാവിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇതുപോലുള്ള എന്താ പറയുക ആളുകൾക്ക് അവസരം കൊടുത്തത്. പക്ഷേ അവർ ഈ KK ശൈലജ ടീച്ചറിന് പകരക്കാരിയായിട്ട് വന്നിട്ടുള്ള വീണ ജോർജിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രിയായിട്ടാണ് അവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും, എല്ലാ ദിവസവും ഈ ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനൊന്നും അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അവർ മുൻതൂക്കം നൽകുന്നത് എങ്ങനെ ഇതിനെ ആർഗ്യുമെന്റ് ചെയ്യാം, തനിക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഈ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനപ്പുറത്ത് ജനാധിപത്യ രീതിയിൽ സഹിഷ്ണുതയോടുകൂടി ആ ആരോപണത്തെ കൺസിഡർ ചെയ്യാൻ പോലും തയ്യാറാവാത്ത ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് KK ശൈലജ ടീച്ചറിനെ പോലുള്ളൊരു മന്ത്രിയെ മാറ്റി നിർത്തിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വളരെ വളരെ കാര്യഗൗരവത്തോടു കൂടി CPM വീണ്ടൊരു പുനർചിന്തനത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട, ഇപ്പോൾ KK ശൈലജ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി വരുന്ന സമയത്ത് KK ശൈലജയ്ക്കും അങ്ങനെ വലിയ രീതിയിൽ ഉള്ള അറിവോ അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് മുൻ പ്രവർത്തന പരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിയിൽ പ്രവർത്തിച്ച് വലിയൊരു പരിചയം, അത് ജനങ്ങളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായി നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തക, ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള അല്ലെങ്കിൽ അധ്യാപനവും ഒപ്പം തന്നെ പൊതുപ്രവർത്തന രംഗത്തും വളരെ സജീവമായിരുന്ന KK ശൈലജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ജനകീയ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് വീണ ജോർജിന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അവർക്ക് ജനകീയമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ശീലമില്ലായിരുന്നു എന്നുള്ളതാണ്. അവർ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് ജനകീയ വിഷയങ്ങൾ സംസാരിച്ചു. ടീച്ചറാണെങ്കിൽ ജനങ്ങളുമായിട്ട് നിരന്തരമായി നേരിട്ട് സംസാരിച്ച് വളർന്നു വന്നൊരു നേതാവാണെന്നുള്ള വ്യത്യാസം. അവർക്ക് നല്ല കോർഡിനേഷൻ പവർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്കൊട്ടും അറിവില്ലാതിരുന്ന ആരോഗ്യ മേഖലയെ 5 വർഷം കൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും ക്രൈസിസ് നേരിട്ടൊരു കാലം കൂടിയാണെന്നുള്ളത് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് പറയാം, നിപ്പയെ കൈകാര്യം ചെയ്ത രീതി, അതുപോലെ തന്നെ കോവിഡിന്റെ കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും എടുത്തത്. നിപ്പയുടെ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു. അത് ടീച്ചർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് യഥാർത്ഥത്തിൽ ഇതിന് പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞുവെന്നും, ഏത് വിഷയം ഉണ്ടായാലും ആരോഗ്യരംഗത്ത് ഏത് വിഷയം ഉണ്ടായാലും അതിനെ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അത് പരിഹരിക്കാനൊക്കെയുള്ള കെൽപ്പുള്ള ഒരു ആരോഗ്യ ടീം
ടീമിനെ അവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ള, ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് വീണ ജോർജ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇപ്പം നമ്മുടെ വിഷയം മാറിപ്പോണ്ട. ഇപ്പം പാർട്ടിയിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ യഥാർത്ഥത്തിൽ ഏതോ തരത്തിൽ അലോസരപ്പെടുത്തിയത് ടീച്ചർക്ക് കിട്ടിയ വലിയ ഭൂരിപക്ഷം തന്നെയാണ്. അതായത് പിണറായി വിജയനേക്കാൾ ഏറെ സ്വീകാര്യതയുള്ളൊരു നേതാവായി ടീച്ചർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടിന് മേൽ പിന്നെ ചാഞ്ഞ മരം, അതിപ്പോൾ സ്വർണം കായ്ക്കുന്ന മരമായാലും വെട്ടിക്കളയാന്നുള്ളൊരു പ്രയോഗമുണ്ട് സാധാരണ. ഈ പഴഞ്ചൊല്ലിൻ്റെ ആളാണല്ലോ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ. പലപ്പോഴും പല പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് മുകളിലേക്ക് പാർട്ടിയിൽ വലിയ മറ്റൊരു ശക്തി വളർന്നു വരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ടീച്ചറെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടീച്ചറെ പലപ്പോഴായിട്ട് അവഗണിക്കുകയും ടീച്ചറെ എല്ലാ രംഗത്തു നിന്നും മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. ഈ നവകേരള യാത്ര നടക്കുന്നത് ഇലക്ഷന് ഏതാണ്ട് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള 2 മാസം മാത്രം ബാക്കിയുള്ള സമയത്താണ് ഈ നവകേരള യാത്ര നടക്കുന്നത്. ഈ നവകേരള യാത്ര മട്ടന്നൂരിലെത്തിയപ്പോൾ ടീച്ചറെയും അതുപോലെ തന്നെ ടീച്ചറെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവിടെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മുൻ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുന്ന ഒരു ചിത്രം കൂടി നമ്മൾ കണ്ടു. അപ്പോൾ ഒരിക്കലും പാടില്ലാത്ത ഒരു രീതി അവിടെ അനുവർത്തിച്ചു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ടീച്ചർക്ക് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ടീച്ചറുടെ രാഷ്ട്രീയ കരിയറിൽ വലിയ തിരിച്ചടികൾക്ക് തുടക്കമാവാൻ പോകുന്നു എന്ന് നമ്മൾ കാണേണ്ടതായിരുന്നു. അവിടെയുള്ള ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിൽ അതായത് ടീച്ചറെ വലിയ താല്പര്യത്തോടു കൂടി വിജയിപ്പിച്ച പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. ബാക്കി മാത്രമല്ല, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ CPM-ന് വളരെ വലിയ പരാജയം, തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അവിടെ ശരിക്കും സാങ്കേതികമായി ഭരണത്തിൽ അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നടന്ന ബൈ ഇലക്ഷനിൽ പോലും അവിടെ പിന്നെ BJP മട്ടന്നൂർ നഗരത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും BJPക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് വലിയ രീതിയിൽ അവിടെ വിജയം ഉണ്ടാകാനൊക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിന് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. ചില ആൾക്കാരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും, ചില ആൾക്കാരെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കും. അങ്ങനെ MP രാഘവൻ, അതിനുശേഷം KR ഗൗരിയമ്മ, ഒരുപാട് ഉണ്ട്. ഒരുപാട് പാർട്ടിയിൽ ഇതുപോലെ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തപ്പെടുകയോ ചെയ്ത എത്രയോ നേതാക്കന്മാരുണ്ട് നമ്മളതിൽ കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യം അല്ല ഇത്തരത്തിലുള്ള ഈ യഥാർത്ഥത്തിൽ ഈ പാർട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യം എവിടുന്നാണ് പണി വരിക എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. ഏത് രീതിയിലാണ് പണി വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഈ എന്ത് തരത്തിൽ ഇപ്പൊ ടീച്ചറെ പാർട്ടിയിൽ നിന്ന് ഇനിയിപ്പോൾ നടപടിയെടുത്ത് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചായിരിക്കും. ഇപ്പം ഈ ടീച്ചറെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പാർട്ടിയിലെ അവിടുത്തെ ആളുകൾ പോലും അത് അംഗീകരിക്കുകയും ടീച്ചർക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യും. ഇവിടെയാണ് വിഷയം. ഇപ്പോൾ MP രാഘവനെ പുറത്താക്കിയ സമയത്ത് എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് വളരെ സജീവമായിരിക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് MP രാഘവനോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന പല നേതാക്കന്മാരെയും MP രാഘവനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു ചുമതല കൊടുക്കുക ചെയ്തത്. അപ്പോൾ അവർ ഒക്കെ MP രാഘവനോട് വലിയ വ്യക്തിവിരോധം, എത്രയോ ദീർഘകാലമായിട്ട് വ്യക്തിവിരോധമുള്ളത് പോലെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധവും ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമാണെന്നൊക്കെ പറയും. പക്ഷേ തീരെ മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള ചില അടുപ്പങ്ങളൊന്നും സൂക്ഷിക്കാത്തൊരു പാർട്ടിയാണ് CPM എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ടീച്ചറെ യഥാർത്ഥത്തിൽ എന്തിനാണ് വടകരയിൽ നിർത്തിയത് എന്ന് വെച്ചാൽ ടീച്ചറെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ടീച്ചറെ ഇല്ലാതാക്കി എങ്ങനെയാണ്? ടീച്ചർ തോറ്റുപോയി എന്നുള്ളത് മാത്രമല്ല വടകരയിലെ വിഷയം. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദയനീയമായ തോൽവി ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ ആണെന്ന് പറയണം. കാരണം ടീച്ചർക്ക് ഈ അവിടെ പ്രചരണം തുടങ്ങിയ തൊട്ടിട്ട് അവിടെ പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് ടീച്ചർ കടന്നു പോകുന്നത്. പലതരത്തിലുള്ള വിവാദങ്ങൾ കടന്നുപോയി. ടീച്ചർ തന്നെ അതിൽ ഭാഗമായി എന്നുള്ളത് കൂടി നമ്മൾ പാർട്ടിയുടെ ഉപദേശം തന്നെയായിരിക്കും. അല്ല, പക്ഷേ ടീച്ചർ യഥാർത്ഥത്തിൽ അങ്ങനെ പാർട്ടിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാവാൻ പാടില്ല. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ CPM-ന്റെ പല സ്ഥാനാർത്ഥികളും എന്ത് പ്രസംഗിക്കണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി കമ്മിറ്റിയാണ്, പാർട്ടി ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ അതിനനുസരിച്ച് പക്ഷേ ഇത്തരത്തിൽ വ്യക്തിപരമായി അവർക്ക് ഏറ്റവും തെരഞ്ഞെടുപ്പാണ് ജയിക്കണം എന്നുള്ളത് വരുന്ന ഒരു പാർട്ടി അനുസരിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥ. ഇപ്പൊ അത് അവിടെയാണ് നമ്മൾ എത്തുന്നത്. ഇപ്പൊ പാർട്ടി
മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് ആർക്കാണ് പ്രശ്നം എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ആദ്യമായിട്ട് ഈ ആ ഒരു വിവാദം പുറത്തേക്ക് പറയുന്നത് തന്നെ. പക്ഷെ അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ ടീച്ചർ എന്നോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അടിസ്ഥാനത്തിലായിരിക്കാം ടീച്ചർ മനോവിഷമത്തോടു കൂടി ആ ഒരു ഗദ്ഗതം കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു. ടീച്ചർ അവസാനം ഈ ഇത്തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ഉണ്ടായിരുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അത് തീരുമാനിക്കാൻ ടീച്ചറല്ല ഞങ്ങളാണെന്ന് പറഞ്ഞ ആളാണ് ഈ എം വി ഗോവിന്ദൻ. അപ്പം ഇത്തരത്തിൽ പാർട്ടി ഒരിക്കൽ കെണിയിൽ പോയി വീണു എന്നുള്ളതാണ് ടീച്ചർ. രണ്ടാമത് സ്ക്രീൻഷോട്ട് വിവാദം. അതെ, ആ സമയത്ത് യഥാർത്ഥത്തിൽ കെ ശൈലജ എന്ന് പറഞ്ഞ മുൻ കുറ്റ്യാടി എം.എൽ.എയും ഇപ്പോൾ CPM-ന്റെ പിന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയ മോഹനൻ മാഷിന്റെ ഭാര്യയാണ് ഈ കെ ലതിക എന്ന് പറയുന്നത്. ഈ കെ ലതികയാണ് യഥാർത്ഥത്തിൽ ഇത് ആദ്യം ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ റിബിൻ എന്ന് പറഞ്ഞ റിബിൻ രാമകൃഷ്ണൻ, ഈ റിബിൻ എന്ന് പറഞ്ഞ ഈ ചങ്ങായി അവിടുത്തെ DYFIന്റെ നേതാവാണ്. ഈ വടകരയല്ല, ഈ DYFIന്റെ നേതാവ് അദ്ദേഹം അധ്യാപകനാണെന്ന് നോക്കണം. ഇത്തരത്തിൽ നീച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ആ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത്? വലിയ കുട്ടികളാണെങ്കിൽ വീട്ടുകാരൊക്കെ, കോളേജിലൊക്കെ പിള്ളേരാണ്, കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന LP സ്കൂൾ UP സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. അയാൾ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത എന്താണ്? DYFIന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്താണ്? അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നാണ് പറയുന്നത്. ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാണ്. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിന്റെ പോലീസോ അല്ലെങ്കിൽ പിന്നെ സതീശന്റെ പോലീസൊന്നല്ല, ഈ പിണറായി വിജയന്റെ പോലീസാണ്. ഇപ്പൊ പിണറായി വിജയനോട് ഇന്നലെ ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നില്ലേ ഉള്ളൂ, പോലീസ് അത് സമർപ്പിച്ചിട്ടേ ഉള്ളൂ, കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ അതിനുശേഷം പറയാം എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വ്യാജരേഖകളും ഒക്കെ തയ്യാറാക്കി ടീച്ചറെ യഥാർത്ഥത്തിൽ വലിയ പ്രതിക്കൂട്ടിലാക്കി എന്നുള്ളതാണ്. ഇവിടെ ടീച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാനസിക പ്രശ്നമുണ്ട്. കാരണം ടീച്ചർക്കെതിരെ യഥാർത്ഥത്തിൽ ടീച്ചർ തെറ്റുകാരിയല്ല എന്നുള്ളതെങ്കിൽ പോലും അറിയാതെ പോലും അല്ലെങ്കിൽ അറിയാതെ പോലും ടീച്ചറും ഇതിന്റെ ഭാഗമായി എന്നുള്ളത് വലിയ വിഷയമാണ്. ടീച്ചർക്ക് ഉണ്ടായിരുന്ന വലിയ ഇമേജ് ഉണ്ട്. സംസ്ഥാനത്തിലാകമാനം എവിടെ കൊണ്ട് നിർത്തിയാലും ടീച്ചർക്ക് ജയിക്കാമായിരുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്ന ഒരു മുൻ മന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇന്ന് എവിടെയും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെ ഈ ഇത്തരത്തിൽ വലിയ വിഷമസന്ധിയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം കെ ശൈലജ പോലുള്ള ഒരു നേതാവിന് ഇത്തരത്തിലൊരു ഗതികേട് വരും നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ടീച്ചർ വലിയ ഗതികേടിലേക്ക് വന്നു. ടീച്ചർ പൊളിറ്റിക്കലി ഭയങ്കര പ്രശ്നമാണ്. ടീച്ചർ മെന്റലി അത് വലിയ ടീച്ചർ എന്തെങ്കിലും ഒരിക്കലും ഇത് പൊട്ടിത്തെറിയില്ല. ടീച്ചർ ഇനി ഏതാ വരാൻ പോകുന്നത്? ഇനി പാർട്ടി സമ്മേളനങ്ങളുടെ കാലം കൂടിയാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ടീച്ചർ വിഷയം യഥാർത്ഥത്തിൽ വലിയ കണ്ണൂരിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും 2 ജില്ലയിലായിട്ടാണ് ഈ വടകര മണ്ഡലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും ഈ വിഷയം വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള സംശയമില്ല. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ടീച്ചറെ തരം താഴ്ത്തപ്പെടാനുള്ള സാധ്യത ഞാനിതിൽ കാണുന്നത്. അല്ലാതെ ടീച്ചർ ഈ അധമ പ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് അവരൊക്കെ വിചാരണ ചെയ്തിട്ട് പാർട്ടി അവരൊക്കെ നടപടി എടുക്കും എന്നല്ല വിചാരിക്കേണ്ടത്. ഇപ്പൊ കെ ലതിക എന്തുകൊണ്ടാണ് ലതികക്കെതിരെ ഇന്നലെ എന്തുകൊണ്ടാണ് ടീച്ചർ പ്രതികരിച്ചത്? ടീച്ചർ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കപ്പെട്ടത് കെ ലതികയെ പോലുള്ള നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ കെ ലതികയെ പോലുള്ള നേതാക്കന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ അവർ ചെയ്തു എന്ന് പാർട്ടി തീരുമാനപ്രകാരം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ DYFIന്റെ ജില്ലാ നേതൃത്വം ഇപ്പോ ഈ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അയാൾക്ക് ആരോ അയച്ചു കൊടുത്തതായിരിക്കാം എന്നുള്ളതാണ് ഈ വാദം. അങ്ങനെ അയച്ചു കൊടുത്തത് ആരാണ് എന്ന് കണ്ടെത്തുന്നത് പോലീസിന് എത്ര ഈസിയാണ്. ഇപ്പൊ അമ്പാടി സഹാക്കള്, അതുപോലെ തന്നെ ഈ പാപ്പൻ, പോരാളി ഷാജി, മറ്റേ റെഡ് ആർമി എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ഗ്രൂപ്പുകളെയൊക്കെ ഒറ്റ മണിക്കൂർ കൊണ്ട് കണ്ടെത്തിയല്ലോ പോലീസ്. കോടതി കണ്ണുരുട്ടിയപ്പോൾ മാത്രമാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇതിനെല്ലാം മറുപടി പറയേണ്ട ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ കെ ശൈലജയിൽ വന്നു പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ടീച്ചർക്ക് വെച്ച കെണി എത്രത്തോളം ഭീകരമായിരുന്നു എന്നും പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത് കൊണ്ട് മാത്രം പാർട്ടിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു നേതാവാണ് കെ ശൈലജ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് ടീച്ചറെ വലിയ രീതിയിൽ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സമ്മേളന കാലയളവിലോടുകൂടി ടീച്ചർ പൊതുരംഗത്ത് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ ഇലക്ഷൻ ടീച്ചറുടെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും. ടീച്ചർ ഇനി ഒരു ഇലക്ഷനെ ഒന്നും നേരിടാനുള്ള സാധ്യതയില്ല. കാരണം അത്രയൊന്നും നേരിടാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ടീച്ചർ എന്നുള്ളതാണ്. ടീച്ചർ കുറച്ചും കൂടി ജനകീയ സ്വഭാവമുള്ളതാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്നേഹവും ജനകീയതയൊക്കെ ഉള്ള ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഈ കളികളോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങളെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്.
ഏതായാലും എം വി രാഘവനും അതിനുശേഷം കെ ആർ ഗൗരിയമ്മയും അതിനുശേഷം പിന്നീട് സുശീല ഗോപാലനും എം എം ലോറൻസും വി ബി ചെറിയാനും ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് വെട്ടി നിരത്തപ്പെട്ടവർ. ഈ അവസാനം പറയുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ വരെ വെട്ടി നിരത്തപ്പെട്ടവരാണ്. സി പി എമ്മിനകത്ത് ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയായിരിക്കുമോ കെ കെ ശൈലജ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും കെ കെ ശൈലജ നല്ലൊരു സഖാവായിരുന്നു, നല്ലൊരു മന്ത്രിയായിരുന്നു, ഒരു ജനകീയയായ സഖാവായിരുന്നു. ഏതായാലും അവർക്ക് പാർട്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ത് എന്നറിയില്ല. ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.